ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. പ്രായം ഒരു പ്രശ്നമേ അല്ല. വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ ദേവദൂതൻ എന്ന സിനിമയിലെ പല്ലവിയുടെ ആദ്യം നമ്മൾ 4 ലൈൻ ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം കണ്ടിട്ട് വേണം നിങ്ങൾ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാൻ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ കേട്ടോ. മന്ത്രകോടി മരി മരി സനി സാ 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 മരി മരി സനി സാ 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 മന്ത്രകോടി നീതൊരുങ്ങി പള്ളിമേട് പൂത്തൊരുങ്ങി റിമ റിമ ഭമരിസ റിമ ഭമരിസ നിസാ സസാ സാ റിമ ഭമരിസ നിസാ സസാ പള്ളിമേട് പൂത്തൊരുങ്ങി കാരുണ്യത്തിരികളൊരുങ്ങി മരിമ പപ്പ കാരുണ്യ നിനി നിനി നീതപ തിരികളൊരുങ്ങി. അത് കഴിഞ്ഞിട്ട് മംഗല്യ പന്തളൊരുങ്ങി പമ പമബാനി പമബനി നി സരി നി സാ സാ മംഗല്യ പമബനി നി സരി നി സാ സാ. നീ വന്നിട്ട് എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ, എന്നു വരും നീ. ആ ഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് സാ സ സ സ നി പനി പമ നീ സ. അത് രണ്ടാമത് പാടുമ്പം സാ സ സ നി സാ സ സ നി സാ സ സ സ നി പ നി പ മ നീ 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 സ. രണ്ടാമത് പാടുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇത്രയും ഒരു സ്റ്റേജിനടുത്ത് പാടാൻ പ്രയാസമുണ്ട്. ആ നോട്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം വായിക്കുമ്പം നീനി ധനീസ എന്ന് ചേർത്ത് വായിക്കണം. രണ്ടാമത് വായിക്കുമ്പം പനി പമ
നീ 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 സാ, അവിടെ ധാ ചേർക്കുന്നില്ല കേട്ടോ. നീ ഇത് നമുക്ക് ആദ്യം മുതൽ ഒന്ന് പാടി നോക്കാം. ആദ്യം മനസ്സിൽ ഇന്ന് പഠിച്ച അത്രയും ഭാഗം. മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി അടുത്ത് കഴിഞ്ഞിട്ട് കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി എന്നു വരും രണ്ടാമത് പാടും എന്നു വരും തിരികെ എന്നു വരും ഇവിടം കൊണ്ട് അത് അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾ രണ്ടാമത്തെ, അതായത് പല്ലവിയുടെ തന്നെ 2 ഭാഗമായിട്ട് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. ആദ്യത്തെ നന്നായി പഠിച്ചതിന് ശേഷം ഇതും രണ്ടാമത്തെ ഭാഗം പഠിച്ചിട്ട് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ പല്ലവി മൊത്തമായിട്ട് പഠിക്കുക. അനുപല്ലവി താമസിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് തരിക.